ഞാൻ പറഞ്ഞിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റ ഒരു കപ്പ് കാപ്പി. അതിപ്പോൾ അബുദാബിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല വലിപ്പം വേണം കപ്പിന്. നമ്മുടെയൊക്കെ വീടുകളിലെ ഡൈനിങ് ടേബിളിൽ എപ്പോഴും ഉള്ളൊരു സാധനം ഈ ഒരു പഴമല്ലേ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഏതാണെന്നല്ലേ? ഇത് ഈ ഒരു സാധനം, നമ്മുടെ പട്ടി ബിസ്ക്കറ്റ് എന്ന് എൻ്റെ മമ്മി എപ്പോഴും തമാശയ്ക്ക് പറയേ, ജസ്റ്റ് അവധിക്ക് വന്നോന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ടേബിളെ നോക്കിയാൽ മതി എന്ന്. ഡൈനിങ് ടേബിളിൽ ഒരു ടിന്ന് നിറച്ച് പട്ടി ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ജസ്റ്റ് നാട്ടിൽ ലീവിന് വന്നതാണ്. ഈ ഒരു സാധനത്തിൻ്റെ പേര് പട്ടി ബിസ്ക്കറ്റ് എന്നൊന്നും അല്ല കേട്ടോ. നമ്മളവിടെ പ്രാദേശികമായിട്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ, പട്ടി ബിസ്ക്കറ്റ് എന്നാൽ എന്നെ നടത്തുക. അതോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ, ഞങ്ങളുടെ കുടുംബക്കാരുടെ ഒക്കെ വീട്ടിൽ അങ്ങനെ തന്നെ പറയുന്നത്. ഈ ബോർമേന്ന് കിട്ടുന്ന സാധനമില്ലേ, അത് രാവിലെ എഴുന്നേറ്റിട്ട് വന്നിട്ട് ഇങ്ങനെ കാപ്പിക്കകത്ത് മുക്കി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എനിക്ക് പക്ഷേ അതിനോട് വലിയ ക്രൈസൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജസ്റ്റിക്ക് ഭയങ്കര ഭ്രാന്ത. രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു ടിന്ന് പട്ടി ബിസ്ക്കറ്റും ഈ കാപ്പിയും കൂടെ അങ്ങ് കൊടുത്താൽ അങ്ങനെ രാവിലെ കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പൊൻകുന്നത്ത് ഇറങ്ങി. നമ്മുടെ വണ്ടി വരുന്ന സമയമായതുകൊണ്ട് ഇറങ്ങിയതല്ല. പൊൻകുന്നത്ത് നമ്മൾ ബേക്കറിയിൽ നിന്നപ്പോൾ നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. എന്നാൽ പിന്നെ പടം പിടിച്ചേക്കാൻ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പം എങ്ങനെയല്ലേ നമ്മൾ ഫോട്ടോ എടുക്കാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ KVMSന് അങ്ങോട്ടുള്ള കൊട്ടാരം ബേക്കറി ഇല്ലേ, അവിടെ നിന്നപ്പോഴാണ് വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിയുടെ പുറകെ ഞങ്ങൾ പൊൻകുന്നം ബസ് സ്റ്റാൻഡ് വരെ പോയി. എന്നിട്ട് പിന്നെ പൊൻകുന്നം ബസ് സ്റ്റാൻഡിലുള്ള ബേക്കറി കയറി, അവിടെയുള്ള കൊട്ടാരത്തിൽ കയറി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊട്ടാരത്തിൽ പോയി ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങളുടെ കസിൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ കേക്കിൽ പേരും നാമമൊക്കെ എഴുതിക്കൊണ്ട് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് പൊൻകുന്നത്തിന് പോയതാന്നേ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ജസ്റ്റ് നമ്മൾ എന്നും പോകുന്ന റൂട്ട് മാറ്റി വേറൊരു റൂട്ട് പിടിച്ചാലോ എന്ന്. ഇതിപ്പോൾ റോഡ് ഏതാണെന്ന് വെച്ചാലേ നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഇല്ലേ, ആ റോഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഈ റോഡേ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല വളപ്പാണ്. എന്നാലും ഓരോ ആഗ്രഹം തോന്നിയിട്ടേ വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പ ചോദിക്കും, നിങ്ങൾ ഏതുവഴിയാണ് വന്നേ? ഞങ്ങൾ പറയും ഞങ്ങൾ മണിമലയൊക്കെ പോയിട്ടാണ് വന്നതെന്ന്. പിന്നെ പപ്പായ്ക്കും മമ്മിക്കും അറിയാം തല തെറിച്ച് ഞങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മമ്മിയുടെ ഭാഷ മമ്മി എപ്പോഴും പറയും, തെക്കോട്ട് പോയാൽ വടക്കുന്നാണ് വരുന്നത്, വടക്കോട്ട് പോയാൽ കാണാൻ തെക്കൂന്ന് കയറി വരുന്നത്. അതുകൊണ്ട് ഇതുങ്ങളുടെ കാര്യമുണ്ട്, പ്രവചിക്കാൻ പറ്റത്തില്ലെന്ന്. ഇതുവഴി പോകുന്ന വഴി കൂടെ ഒന്നും അല്ല തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാലേ. എല്ലാ റോഡുകളും ഇതുവഴിയെങ്കിലുമൊക്കെ ചെല്ലുകയല്ലേ അല്ലേ. എങ്ങനെ പോയാൽ നമുക്ക് വീട്ടിൽ ചെന്നാൽ പോരെ. അധികം കഥാപ്രസംഗമൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ റോഡെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ അങ്ങ് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ മണിമല ചെന്നിട്ട് ഇനിയും തിരിഞ്ഞു പോകണം, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ കുറച്ച് ഊട് വഴികളൊക്കെ കയറിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഈ വഴി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. പള്ളിയിൽ നിന്ന് വീടല്ല, നമ്മുടെ ഹോളി ഫാമിലി ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ ഇല്ലേ, അവിടെ നിന്ന് വരുന്ന വഴിയാണ്. ഞങ്ങൾ അതുവഴി ചാടി വന്ന് ഇറങ്ങിയതാണ്. ഇനി വേണം മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണെങ്കിലും നമുക്ക് വീട്ടിൽ വന്നാൽ മതി എന്നേ. വീട്ടിൽ വന്നോ അത് നോക്കിയാൽ മതി. ഒരു കേക്ക് വാങ്ങിക്കാൻ പോയ പോക്കാണ്. നമ്മുടെ ചെറുപ്പത്തിലേക്കാണല്ലേ പറയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്നില്ലാതെ മുട്ടുകാലിന് നല്ല തല്ല് കിട്ടുകയില്ലായിരുന്നു. ഇപ്പം നമ്മൾ മുഴുത്തതായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, തല്ല് കിട്ടുകയില്ല, എന്നാലും ചീത്ത കേൾക്കും. പിന്നെ ഇത് ഒരു ഓഫ് റോഡ് ഡ്രൈവ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. നമ്മുടെ പറമ്പിൽ കൂടെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ എല്ലാമായ മജോപ്പന്റെ നല്ല മാതൃകയായ ലീനാമേ സ്വാഗതം ചെയ്യും. അപ്പൊ കാരണവന്മാരെ സ്റ്റേജിലേക്ക് അടുത്തത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വലിഞ്ഞു ഞങ്ങളുടെ സ്വന്തം പപ്പ. സെക്കൻഡ് റിക്വസ്റ്റ് മാത്രം ഉണ്ടായി വരുന്നത് പിന്നെ നിങ്ങളുടെ മമ്മി പിന്നെ കുഞ്ഞാടി ഞങ്ങളുടെ അജി അനു പിന്നെ കുഞ്ഞിപ്പിള്ള. അതിന് നിങ്ങളെ കേക്ക് കട്ടിങ് കർമ്മത്തിലേക്ക് ഞങ്ങൾ
എന്ത് ബഹളമാ അല്ലേ. ഇതൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കേക്ക് വാങ്ങിക്കാൻ പോകുന്ന ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ്. അത് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഇത് മജോയും ലീനയും എൻ്റെ പപ്പാടെ പെങ്ങടെ പിള്ളേരാണ്. ആൻറ്റി അങ്കിളും മരിച്ചുപോയി. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളെല്ലാം കൂടുതലാണ്. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ ഏത് ഫംഗ്ഷൻ നടന്നാലും അത് ഏത് കുടുംബത്തിൽ നടന്നാലും നമ്മളെല്ലാവരും ഉണ്ടാവും. ഒരു ഗ്രൂപ്പാണ്. അത് എന്തായിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അല്ലെ മധുരം വെപ്പൊക്കെ പിന്നെ വലിയ ഫംഗ്ഷനാണല്ലോ. അതല്ലാതെ വിരുന്നിന് വിളിച്ചാൽ പോലും എല്ലാവരും കൂടെ കൂടും എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും, നമ്മൾ പിള്ളേർ സെറ്റ് മാത്രമല്ല, പപ്പാമാരും അങ്കിളുമാരും ആൻറ്റിമാരും എല്ലാവരും ഒന്നും ഇല്ലേലും ഉള്ളവരെല്ലാം സമയവും സന്ദർഭം അനുസരിച്ച് കൂടിയിട്ടുണ്ട്. രസമല്ലേ അല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടാനായിട്ട്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കൂടിയാൽ മതി. ഒരു പെരുന്നാളിനുള്ള ആളുണ്ടെന്ന് ഞങ്ങൾ പറയും. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലീനയും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയ കേക്ക് അല്ലാതെ ലീന ഉണ്ടാക്കിയ കേക്കുമൊക്കെ എല്ലാവരും കട്ട് ചെയ്ത് നമ്മൾ പാട്ടൊക്കെ പാടി, പിന്നെ അവിടെ ഇല്ലാത്തവരൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് എല്ലാം കാണിച്ച് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നല്ല അടിപൊളി ഫംഗ്ഷനായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരോടും അവധിക്ക് തന്നല്ലേ, അപ്പോൾ പിന്നെ കൂടുതൽ എന്താ പറയുന്നത്, ഒരു ഗ്യാതറിങ്ങിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ലല്ലോ. പിന്നെ ഫുഡടി. ഇനിയിപ്പോൾ എൻ്റെ ഫുഡ് നിങ്ങൾ ഓർക്കും ഇതെന്താണ് കഞ്ഞി, നിങ്ങൾ നോക്കി നല്ല ഉണക്കമീൻ ചുട്ടതും കൂടെ, എന്നാ ഒരു പൊളി കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കഞ്ഞിയും പയറും എല്ലാം കൂടെ. ബാക്കിയുള്ളവർക്ക് സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് കഞ്ഞിയും പയറെന്ന് പറഞ്ഞാൽ അത് ഉണക്കമീൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉണക്കമീൻ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് കഞ്ഞിയും പയറും പിടിച്ചു. കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു, പിന്നെ ചെണ്ടക്കപ്പയും കാന്താരിയും അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. ഗ്രാൻഡായിരുന്നു. പക്ഷേ നമ്മളുടെ മെയിൻ കഞ്ഞിയും പയറായതുകൊണ്ട് കഞ്ഞിയും പയറയിൽ തീർത്തു. ബാക്കിയുള്ളവർ കപ്പ ബിരിയാണി തന്നെ കഴിച്ചു. കപ്പ ബിരിയാണി വിട്ടു വേറെ കളിയൊന്നും അവർക്കാർക്കും ഇല്ല. വേറെ ആരണ്ടൊക്കെ കഞ്ഞിയും പയറും കഴിച്ചു കേട്ടോ. ഞങ്ങൾ പിള്ളേർ സെറ്റും പെണ്ണുങ്ങളും ഒക്കെ ആദ്യം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പപ്പാമാരും ആണുങ്ങളുടെ സെറ്റ് വരുന്നു. സാധാരണ നേരെ തിരിച്ചല്ലേ, നമ്മുടെ കുടുംബത്തിൽ നേരെ തിരിച്ചാൽ പിള്ളേർ സെറ്റും പെണ്ണുങ്ങളും ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് കാർന്നോന്മാർ, അങ്ങനെ ഇരിക്കുന്നത്. അവർ നല്ല അടിപൊളി കപ്പ ബിരിയാണി, എല്ലും കപ്പയും പിന്നെ കട്ടൻ കാപ്പിയും ചള്ളാസും കോമ്പിനേഷനിൽ. ഇത് ശരിക്കും പരിപാടി രാത്രിയിലായിരുന്നേ, ഡിന്നറായിട്ടായിരുന്നു. അതിപ്പോൾ ഡിന്നർ അല്ലെങ്കിലും നമ്മുടെ വിളക്കോ വൈകുന്നേരം അല്ല, ഒരു ഗ്യാതറിംഗ് ഉണ്ടോ നമ്മളെല്ലാവരും എല്ലും കപ്പയായിരിക്കും കേട്ടോ. എല്ലും കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു കോമൺ ഫുഡാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് ഫുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ അടിച്ചുപൊളി വീഡിയോ. അപ്പോൾ ശരി, കഴിച്ചും വരാം.